രക്ഷയില്ല. ദക്ഷിണ കൊറിയയുടെ ശനിദശ മാറുന്നേയില്ല. ഒരു ഭരണാധികാരിയെയും ആ സ്ഥാനത്തിരുത്താൻ സമ്മതിക്കാത്തത് ശരിക്കും ആരായിരിക്കും? ഉത്തര കൊറിയൻ ഭരണാധികാരിയായ കിം ജോങ് ഉന്നിന്റെ പദ്ധതിയാണോ ഇപ്പോൾ നടക്കുന്നതൊക്കെ? നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. എന്താണ് ദക്ഷിണ കൊറിയയിലെ രാഷ്ട്രീയ അസ്ഥിരത എന്ന കാര്യം. ഒപ്പം ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇതിൽ നോർത്ത് കൊറിയയുടെ ഇടപെടൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണേ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റ് യൂൺ സുക് യോളിനെ ഇംപീച്ച് ചെയ്യാൻ പാർലമെന്റ് വോട്ട് ചെയ്ത് 2 ആഴ്ചയ്ക്ക് ശേഷം ആക്ടിംഗ് പ്രസിഡന്റ് ഹാൻ ഡക് സൂയെ ഇംപീച്ച് ചെയ്യാൻ വോട്ട് ചെയ്തിരിക്കുകയാണിപ്പോൾ. മൊത്തം 192 നിയമനിർമ്മാതാക്കളാണ് അദ്ദേഹത്തിന്റെ ഇംപീച്ച്മെന്റിന് വോട്ട് ചെയ്തിരിക്കുന്നത്. ഡിസംബർ 3-ന് പട്ടാള നിയമം ഏർപ്പെടുത്താനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് പ്രസിഡന്റ് യൂണിനെ പാർലമെന്റ് ഇംപീച്ച് ചെയ്തതിനെ തുടർന്നാണ് പ്രധാനമന്ത്രി ഹാൻ ആ ചുമതല ഏറ്റെടുത്തത്. ഹാൻ രാഷ്ട്രത്തെ അതിന്റെ രാഷ്ട്രീയ പ്രക്ഷുബ്ധയിൽ നിന്ന് കരകയറ്റുമെന്ന് കരുതിയിരുന്നു. എന്നാൽ യൂണിന്റെ ഇംപീച്ച്മെന്റ് പ്രക്രിയ പൂർത്തിയാക്കാനുള്ള ആവശ്യങ്ങൾ അദ്ദേഹം നിരസിക്കുകയാണെന്നാണ് പ്രതിപക്ഷ എംപിമാർ വാദിച്ചത്. വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടക്കുമ്പോൾ പാർലമെന്റിൽ വലിയ ബഹളമായിരുന്നു. ഇംപീച്ച്മെന്റ് ബില്ല് പാസാക്കാൻ 151 വോട്ടുകൾ മാത്രം മതിയെന്ന് നാഷണൽ അസംബ്ലി സ്പീക്കർ വു വോൺ ഷിക്ക് പ്രഖ്യാപിച്ചതിന് പിന്നാലെ യൂണിന്റെയും ഹാനിന്റെയും ഭരണകക്ഷിയായ പീപ്പിൾ പവർ പാർട്ടി അംഗങ്ങൾ പ്രതിഷേധിക്കുകയായിരുന്നു. പാർലമെന്റിന്റെ ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചാലുടൻ ഹാനെ ചുമതലകളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും. യൂണിനെ പോലെ ഹാന്റെയും ഇംപീച്ച്മെന്റ് ഭരണഘടനാ കോടതി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇംപീച്ച്മെന്റ് ശരിവെക്കണമോ എന്ന് തീരുമാനിക്കാൻ 180 ദിവസവുമുണ്ട്. അതേസമയം ദേശീയ അസംബ്ലിയുടെ തീരുമാനത്തെ താൻ മാനിക്കുന്നുവെന്നും ഭരണഘടനാ കോടതിയുടെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണെന്നും ഹാനൻ പറഞ്ഞു. യൂണിന്റെ കേസിന്റെ മേൽനോട്ടം വഹിക്കാൻ പാർലമെന്റ് തിരഞ്ഞെടുത്ത 3 ജഡ്ജിമാരുടെ നിയമനം തടഞ്ഞതിനെ തുടർന്ന് വ്യാഴാഴ്ച ഹാനിനെതിരെ പ്രതിപക്ഷം ആദ്യ ഇംപീച്ച്മെന്റ് പ്രമേയം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. കൊറിയയുടെ ഭരണഘടനാ കോടതി സാധാരണയായി 9 അംഗ ബെഞ്ചാണുള്ളത്. തീരുമാനം ശരിവെക്കുന്നതിന് കുറഞ്ഞത് 6 ജഡ്ജെങ്കിലും യൂണിന്റെ ഇംപീച്ച്മെന്റ് ശരിവെക്കേണ്ടതുണ്ട്. യൂണിനെ ഇംപീച്ച് ചെയ്യാനുള്ള സാധ്യത മെച്ചപ്പെടുത്താൻ 3 അധിക നോമിനികൾ സഹായിക്കുമെന്നും പ്രതിപക്ഷം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം ഹാനിനു പകരം ധനമന്ത്രി ചോങ് സാങ് മോക്ക് ആക്ടിംഗ് പ്രസിഡന്റായി ചുമതലയേൽക്കും. ഹാന്റെ നീക്കം രാജ്യം ഇപ്പോൾ നേരിടുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയും അനിശ്ചിതത്വവും തീവ്രമാക്കുന്ന ഒന്നാണ്. വെള്ളിയാഴ്ച കൊറിയൻ വോണും 16 വർഷം മുമ്പുള്ള ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം ഡോളറിനെതിരെ അതിന്റെ ഏറ്റവും താഴ്ന്ന നിലയിലേക്കാണ് കൂപ്പുകുത്തിയിട്ടുള്ളത്. എന്താണ് കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ദക്ഷിണ കൊറിയയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് വിശദമായിട്ട് തന്നെ ഞാൻ പറയാം. 1980-കൾക്ക് ശേഷം ദക്ഷിണ കൊറിയ പൂർണ്ണ ജനാധിപത്യ രാജ്യമാണ്. സ്വേച്ഛാധിപത്യ ഭരണാധികാരികൾ പിന്നീട് ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. എന്നാൽ യൂണിന്റെ പ്രഖ്യാപനം ആ ഇരുണ്ട കാലത്തേക്കുള്ള തിരിച്ചു നടത്തമായിരുന്നു എന്നാണ് വിലയിരുത്തലുകൾ വന്നത്. പ്രതിപക്ഷവും യൂണിന്റെ സ്വന്തം പാർട്ടിക്കാരും പ്രസിഡന്റിന്റെ നീക്കത്തിനെതിരെ രംഗത്തെത്തി. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്നും ഉത്തര കൊറിയ ഉയർത്തുന്ന ഭീഷണികളിൽ നിന്നും തന്റെ രാജ്യത്തിന്റെ ലിബറൽ ജനാധിപത്യത്തെ സംരക്ഷിക്കാനാണ് താൻ പ്രവർത്തിക്കുന്നതെന്നായിരുന്നു തന്റെ പ്രവൃത്തിയെ ന്യായീകരിച്ചുകൊണ്ട് യൂൺ പ്രതികരിച്ചിരുന്നത്. പാർട്ടിക്കുള്ളിലും പാർലമെന്റിനുള്ളിലും കിം ജോങ് ഉന്നിന്റെ ആളുകൾ കയറിക്കൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് അദ്ദേഹം വല്ലാതെ ഭയപ്പെട്ടു. പട്ടാള നിയമ പ്രഖ്യാപനം അപ്രതീക്ഷിതമായിരുന്നുവെങ്കിലും യൂണിന്റെ പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണം പ്രസിഡന്റും പ്രതിപക്ഷ ഡെമോക്രാറ്റിക് പാർട്ടിയും തമ്മിലുള്ള ബജറ്റ് തർക്കമാണെന്നും പറയപ്പെടുന്നുണ്ട്. അടുത്ത വർഷത്തേക്കുള്ള യൂണിന്റെ നിർദ്ദിഷ്ട 677 ട്രില്യൺ ബജറ്റിൽ നിന്ന് പ്രതിപക്ഷം ഏകദേശം 4.1 ട്രില്യൺ വോൺ, അതായത് 2.8 ബില്യൺ ഡോളർ വെട്ടിക്കുറച്ചിരുന്നു. രാജ്യത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ പ്രധാന ബജറ്റുകളും പ്രതിപക്ഷം ഇടപെട്ട് വെട്ടിക്കുറയ്ക്കുമെന്നായിരുന്നു യൂണിന്റെ ആരോപണം. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും നിരോധിച്ചു. ജനങ്ങളുടെ റാലികൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. മാധ്യമങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവന്നു. കോടതിയുടെ വാറന്റില്ലാതെ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാമെന്ന അവസ്ഥ വന്നു. ജനാധിപത്യ രാജ്യത്ത് ഭരണാധികാരി അർദ്ധരാത്രിയിൽ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയാൽ എന്ത് സംഭവിക്കും? പ്രതിഷേധം ആളിക്കത്തുമെന്ന കാര്യം ഉറപ്പല്ലേ? അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. അത്തരത്തിലൊരു സംഭവത്തിന്റെ നേർക്കാഴ്ചയാണ് ഏഷ്യയിലെ പ്രധാന സാമ്പത്തിക ശക്തികളിലൊന്നായ ദക്ഷിണ കൊറിയയിലൊക്കെ സംഭവിച്ചു പോയത്. ഒടുവിൽ 5 മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപനം പിൻവലിച്ച് തടിയൂരേണ്ട അവസ്ഥയാണ് യൂണിന് വന്നു ചേർന്നത്. ദക്ഷിണ കൊറിയയിൽ ഒരു രാത്രിയിലാണ് പ്രസിഡന്റ് യൂൺ സുക് യോലിന്റെ ആ പ്രഖ്യാപനം വന്നത്. രാജ്യത്ത് പട്ടാള നിയമം പ്രഖ്യാപിച്ചു. പ്രതിപക്ഷം സ്വതന്ത്ര ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ആ പ്രഖ്യാപനം. 4 പതിറ്റാണ്ടിലധികം കാലത്തിനു ശേഷം ദക്ഷിണ കൊറിയയിൽ ഏർപ്പെടുന്ന ആദ്യ പട്ടാള നിയമം കൂടിയായിരുന്നു ഇത്. ഉത്തര കൊറിയൻ കമ്മ്യൂണിസ്റ്റ് ശക്തികളുടെ ഭീഷണിയെ പ്രതിരോധിക്കാനും ജനങ്ങളുടെ സ്വാതന്ത്ര്യവും സന്തോഷവും കവരുന്ന നാണം കെട്ട ഉത്തര കൊറിയൻ അനുകൂല ദേശവിരുദ്ധ ശക്തികളെ ഉന്മൂലനം ചെയ്യാനും സ്വതന്ത്ര ഭരണഘടനാ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ പട്ടാള നിയമം പ്രഖ്യാപിക്കുന്നു. ഇതുവഴി നാശത്തിന്റെ വക്കിലെത്തിയ ദക്ഷിണ കൊറിയയെ ഞാൻ പുനർനിർമ്മിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. യൂൺ സുക് യോൾ അർദ്ധരാത്രിയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ആർമി ജനറൽ പാർക്ക് അൻ സുനുവിനെ പട്ടാള നിയമം കമാൻഡറായും നിയമിച്ചു. എന്താണ്
ഇവിടെ നടപ്പിലാക്കിയ ഈ പട്ടാള നിയമം എന്നാണ് ഇനി പറയുന്നത്. ദക്ഷിണ കൊറിയൻ ഭരണഘടനയിലെ അനുച്ഛേദം 77 പ്രകാരം പ്രസിഡന്റിന് പട്ടാള നിയമം പ്രഖ്യാപിക്കാനുള്ള അവകാശമുണ്ട്. ദേശീയ അടിയന്തരാവസ്ഥ പോലുള്ള സാഹചര്യങ്ങളിലോ യുദ്ധസമയത്ത് ജനങ്ങളുടെ സുരക്ഷയ്ക്കായോ പട്ടാള നിയമം പ്രഖ്യാപിക്കാമെന്ന് ഭരണഘടനയിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. പട്ടാള നിയമം പ്രഖ്യാപിക്കുന്നതോടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തനങ്ങൾക്ക് നിരോധനമുണ്ടാകും. കൂടാതെ ജനങ്ങളുടെ റാലികൾക്കും വിലക്ക് നിലവിൽ വരും. മുഴുവൻ മാധ്യമങ്ങളും പ്രസിദ്ധീകരണങ്ങളും പട്ടാള നിയമം കമാൻഡറുടെ നിയന്ത്രണത്തിലാകും. സമരം ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകർ 48 മണിക്കൂറിനകം ജോലിയിൽ പ്രവേശിക്കണം. നിയമങ്ങൾ ലംഘിക്കുന്നവരെ കോടതിയുടെ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനും അനുവാദമുണ്ട്. പാർലമെന്റിൽ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് പറയാം. പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് പിന്നാലെ സുരക്ഷാ സേന ദേശീയ അസംബ്ലി സീൽ ചെയ്തു. അസംബ്ലിയുടെ മേൽക്കൂരയിൽ സൈനിക ഹെലികോപ്റ്ററുകൾ ഇറക്കി. കുറച്ച് സമയത്തേക്കാണെങ്കിലും സൈനികർ അസംബ്ലി കെട്ടിടത്തിനുള്ളിൽ പ്രവേശിച്ചു. MP-മാർ അകത്തേക്ക് കടക്കുന്നത് തടയാനായിരുന്നു ഇതെന്നായിരുന്നു വിശദീകരണം. എന്നാൽ നാഷണൽ അസംബ്ലിയിലെ 190 നിയമനിർമ്മാതാക്കളും യൂണിന്റെ പ്രഖ്യാപനം നിരസിക്കാൻ ഏകകണ്ഠമായി വോട്ട് ചെയ്തു. പട്ടാള നിയമം പിൻവലിക്കണമെന്ന് അവർ ഒന്നടങ്കം ആവശ്യപ്പെട്ടു. പാർലമെന്റിന് പുറത്ത് 100 കണക്കിന് പ്രതിഷേധക്കാർ ഒത്തുകൂടി. യൂണിനെ അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു പ്രതിഷേധകരുടെ ആവശ്യം. പ്രതിഷേധക്കാരും സൈനികരുമായി ഏറ്റുമുട്ടൽ ഉണ്ടായതായിട്ട് പറയപ്പെടുന്നുണ്ട്. എന്നാൽ ആർക്കെങ്കിലും പരിക്കുകളോ വലിയ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. സൈന്യം അസംബ്ലി മന്ദിരത്തിലേക്ക് കടക്കാൻ ശ്രമിക്കവേ ഉണ്ടായ കല്ലേറിൽ കെട്ടിടത്തിൽ ഒരു ജനൽ ചില്ല് തകർന്നു പോയിട്ടുമുണ്ട്. എന്തുകൊണ്ടാണ് യൂൺ പെട്ടെന്ന് തീരുമാനം പിൻവലിച്ചത്? ദക്ഷിണ കൊറിയയുടെ ഭരണഘടനാ പ്രകാരം പട്ടാള നിയമം എടുത്തുകളയണമെന്ന് പാർലമെന്റിൽ വോട്ടെടുപ്പിലൂടെ തീരുമാനമുണ്ടായാൽ അത് അംഗീകരിക്കപ്പെടണം. വോട്ടെടുപ്പിൽ നിയമം പിൻവലിക്കണമെന്ന ആവശ്യം വോട്ടെടുപ്പിൽ പാസ്സായെങ്കിലും ഉടനടി പിന്മാറാൻ സൈന്യം തയ്യാറായില്ല. ഉത്തരവ് പ്രസിഡന്റ് പിൻവലിക്കുന്നതുവരെ പട്ടാള നിയമം നിലനിൽക്കണമെന്നായിരുന്നു സൈനിക ഉദ്യോഗസ്ഥരുടെ വാദം. എന്നാൽ ഉത്തരവിനെ എതിർക്കുന്നവർ രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായി തന്നെ നിന്നു. യൂണിന്റെ യാഥാസ്ഥിതികവാദികളായ പീപ്പിൾ പവർ പാർട്ടിയുടെ നേതാവ് തന്നെ പട്ടാള നിയമം ചുമത്താനുള്ള തീരുമാനത്തെ തെറ്റ് എന്നാണ് ആക്ഷേപിച്ചത്. 2022 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യൂണിനോട് നേരിയ വോട്ടിന് പരാജയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ലീ ജെ മ്യൂങ് യൂണിന്റെ പ്രഖ്യാപനം നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ് എന്ന് അപലപിച്ചു. ലീയുടെ നേതൃത്വത്തിലുള്ള ദക്ഷിണ കൊറിയയിലെ പ്രധാന പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടി പ്രസിഡന്റിന്റെ നീക്കത്തെ അടിസ്ഥാനപരമായ അട്ടിമറിയെന്നാണ് വിശേഷിപ്പിച്ചത്. പ്രതിഷേധം ശക്തമായതോടെ സൈനിക നിയമം പ്രഖ്യാപിച്ച് 6 മണിക്കൂറിന് ശേഷം യൂൺ സ്വയം തിരുത്താൻ നിർബന്ധിതനായി. ക്യാബിനറ്റ് യോഗത്തിനു ശേഷം ഉത്തരവ് പിൻവലിക്കുമെന്നും സൈനികർ അവരുടെ ബാരക്കുകളിലേക്ക് മടങ്ങുമെന്നും യൂൺ പറഞ്ഞു. ആരാണ് ഈ യൂൺ സുക് യോലും കൂടി ഞാൻ പറഞ്ഞുതരാം. പീപ്പിൾ പവർ പാർട്ടി നേതാവും മുൻ പ്രോസിക്യൂട്ടറുമായ യൂൺ സുക് യോല് 2022 മെയ് മാസമാണ് നേരിയ ഭൂരിപക്ഷത്തിൽ ദക്ഷിണ കൊറിയയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഉത്തര കൊറിയയ്ക്കെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചായിരുന്നു അദ്ദേഹം അധികാരത്തിലേറിയത് പോലും. സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും വേണ്ടി ഉറച്ചു നിൽക്കുമെന്നും പ്രഖ്യാപിച്ചെങ്കിലും അധികാരത്തിലേറി ഉടൻ തന്നെ മാധ്യമ സ്ഥാപനങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും യൂൺ സുക് യോൽ ഭരണകൂടം ലക്ഷ്യം വെച്ചു. വ്യാജ വാർത്ത ചമച്ചുവെന്ന് ആരോപിച്ച് നിരവധി മാധ്യമ പ്രവർത്തകരടക്കം പോലീസിന്റെ റെയ്ഡിന് വിധേയനായി. എന്നാൽ ഈ വർഷം ഏപ്രിലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ യൂൺ സുക് യോലിന്റെ പീപ്പിൾ പവർ പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. ദേശീയ അസംബ്ലിയിൽ പ്രതിപക്ഷത്തിന് മുന്നിൽ 2 ഭൂരിപക്ഷം നേടാനായി പ്രസിഡന്റ് കടുത്ത സമ്മർദ്ദത്തിലുമായി. പട്ടാള നിയമം പ്രഖ്യാപിച്ചതോടെ ഉത്തര കൊറിയൻ പാർലമെന്റായ സിയോളിയിലെ ദേശീയ അസംബ്ലിക്ക് മുന്നിലേക്ക് രാഷ്ട്രീയ നേതാക്കളടക്കം 100 കണക്കിന് പേർ മുദ്രാവാക്യം മുഴക്കിയെത്തി. ഇതെല്ലാം ഇദ്ദേഹത്തിന് നേരെയുള്ള വാക്യങ്ങളായിരുന്നു. ഇതോടെ സുരക്ഷാ സേന ഹെലികോപ്റ്ററിലടക്കമെത്തി ദേശീയ അസംബ്ലിക്ക് മുകളിലേക്ക് ഊഴ്ന്ന് കനത്ത സുരക്ഷ ഒരുക്കേണ്ടി വന്നു. ഇതിനിടെ ദേശീയ അസംബ്ലി സമ്മേളിക്കാനായി 190 അംഗങ്ങൾ സഭയ്ക്കുള്ളിലേക്ക് കയറി. സ്പീക്കർ വൂ ബോൺ ഷിക്കിന്റെ നേതൃത്വത്തിൽ സഭ ആരംഭിച്ചതോടെ MP-മാർ ഏകകണ്ഠമായി പട്ടാള നിയമത്തിനെതിരെ വോട്ട് രേഖപ്പെടുത്തുകയായിരുന്നു. ഈ സമയം പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പുറത്തു തടിച്ചുകൂടിയ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനായി സുരക്ഷാ സേന കണ്ണീർ വാതകം ഉൾപ്പെടെ പ്രയോഗിച്ചു. ഒടുവിൽ പുലർച്ചെ ക്യാബിനറ്റ് യോഗം വിളിച്ചു ചേർത്ത് യൂൺ സുക് യോൽ പട്ടാള നിയമം പിൻവലിക്കാൻ തീരുമാനിച്ചു. പ്രാദേശിക സമയം പുലർച്ചെ 4:30 മണിക്കൂറുകൾ മാത്രം ആയുസുള്ള ഈ പട്ടാള ഭരണം അദ്ദേഹം പിൻവലിക്കുന്നത്. എന്തായാലും ദക്ഷിണ കൊറിയയിലെ സംഘർഷങ്ങളോ രാഷ്ട്രീയ അസ്ഥിരതയ്ക്കോ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഇതിന്റെ പിന്നിൽ ഉത്തര കൊറിയയാണ് എന്ന് പറയുന്നവർ നിരവധിയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കിം ജോങ് ഉൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റ് ചെയ്യൂ. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.